റാപ്പർ വേടൻ തന്റെ ലേഡി ലവിനെ മോണലോവയുമായി കമ്പയർ ചെയ്ത് പുതിയൊരു സോങ് കമ്പോസ് ചെയ്യുകയും അത് വളരെ ഹിറ്റാവുകയും ചെയ്തല്ലോ. അതിലൂടെ മോണലോവ ഒരു അഗ്നിപർവ്വതമാണ് എന്നുള്ള ഐഡിയ ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നു കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, എന്തിനാണ് ഇത്തരം ഒരു കമ്പാരിസൺ? ഇപ്പോൾ ഭ്രാന്തമായ ലവ് അല്ലെങ്കിൽ ലവ് ലൈക്ക് എ വോൾക്കാനോ, മാഡ്ലി ഇൻ ലവ് എന്നൊക്കെ ചില പ്രയോഗങ്ങൾ നമ്മൾ പല കവികളും എഴുത്തുകാരും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വോൾക്കാനോവുമായി കമ്പയർ ചെയ്യാനാണെങ്കിൽ എത്രയോ അഗ്നിപർവ്വതങ്ങൾ ലോകത്തുണ്ട്, ദെൻ വൈ മോണലോവ? ഇന്ന് നമ്മൾ നോക്കുന്നത് അതാണ്. എന്തിനാണ് മോണലോവ എന്ന അഗ്നിപർവ്വതം തന്നെ ചൂസ് ചെയ്തത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, മോണലോവയെ കുറിച്ചുള്ള ചില മിത്തിക്കൽ എലമെന്റ്സ്. രണ്ട്, മോണലോവയെ കുറിച്ചുള്ള ചില ശാസ്ത്രീയമായ ജോഗ്രഫിക്കലായ ചില ഫാക്റ്റുകൾ. മോണലോവയുടെ കഥയിലേക്ക്. അമേരിക്കൻ സ്റ്റേറ്റ്സിന്റെ ഭാഗമായ ഹവായ് ദ്വീപസമൂഹങ്ങളിലാണ് മോണലോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹവായ് ദ്വീപ് നിവാസികളുടെ വിശ്വാസം അനുസരിച്ച് മോണലോവ അഗ്നിപർവ്വതത്തിലാണ് പെലെ എന്ന അഗ്നിയുടെ ദേവത കുടിയിരിക്കുന്നത്. അപ്പോൾ പെലെ എന്ന് പറയുന്നത് ആ അഗ്നിയുടെ ദേവത മാത്രമല്ല, അനിയന്ത്രിതമായ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ പോലും തങ്ങളോടുള്ള ദേവതയുടെ ആ സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ടാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് രസകരമായ വസ്തുത എന്ന് പറയുന്നത്. നിരവധി നാശനഷ്ടങ്ങൾ ഈ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വരുത്തി വയ്ക്കുന്നു എന്നുള്ളത് മറക്കരുത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം തൗമു മാസിഫാണ്. അത് രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ മോണലോവ വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അഗ്നിപർവ്വതം നോക്കിയല്ല വേടൻ ഇത് മോണലോവ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ മിത്തിക്കൽ രീതിയിലാണ് വേടന്റെ ചിന്ത പോയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേടന് മാർക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാമത്തേതാണ്, അതായത് ശാസ്ത്രീയവും ജോഗ്രഫിക്കലുമായ മോണലോവയുടെ ചില ഫാക്ട്സ് ആണ്. മോണലോവ ശരിക്കും ഒരു ഷീൽഡഡ് അഗ്നിപർവ്വതമാണ്. എന്താണ് ഷീൽഡഡ് അഗ്നിപർവ്വതം? ഇപ്പോൾ പസഫിക് സമുദ്രത്തിൽ ഈ ഹവായ് ദ്വീപസമൂഹങ്ങൾക്ക് താഴെയായി ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി കൂടിയ, പ്രഷർ കൂടിയ, ടെമ്പറേച്ചർ കൂടിയ, എപ്പോഴും ഉരുകിയൊലിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ശിലയും മറ്റു പദാർത്ഥങ്ങളും ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പോർഷനാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ട്സ്പോട്ട് എപ്പോഴും സ്റ്റേബിൾ, അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിളായി നിൽക്കുന്നു. എന്നാൽ അതിന്റെ മുകളിലുള്ള പസഫിക്കിന്റെ പാളി, ആ ഫലകം എന്ന് പറയുന്നത് തെന്നി മാറിക്കൊണ്ടേയിരിക്കും. തെന്നി മാറുന്നു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു തെന്നിമാറൽ നടക്കുന്നത്. അപ്പൊ ആ ഒരു തെന്നിമാറൽ നടക്കുമ്പോൾ അതിനിടയിൽ വീക്കറായിട്ടുള്ള ഒരു പോയിന്റ് വരുമ്പോൾ ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ടിന് മുകളിലുള്ള ഭാഗം, അതായത് വീക്കറായിട്ടുള്ള ഒരു പോർഷൻ വരുമ്പോൾ അതിലൂടെ ആ പ്രഷർ ബിൽഡപ്പ് ചെയ്യുകയും എക്സ്പ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു പോയിന്റ്, പർട്ടിക്കുലർ പോയിന്റിലൂടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഉള്ളിലുള്ള മാഗ്മ, അതായത് ശിലകളും മറ്റു പദാർത്ഥങ്ങളും ഉരുകി ഒലിച്ചുണ്ടാവുന്നതാണല്ലോ മാഗ്മ. അപ്പോൾ ഈ മാഗ്മ പുറത്തേക്ക് വരികയും അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു, സർഫസ് ലെവലിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ ഒരു പ്രോസസ്സ്, ഈ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയും ഈ ഒരു മാഗ്മയുടെ ഡെപ്പോസിഷൻ ഇങ്ങനെ ആ ബിൽഡപ്പ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ബിൽഡപ്പ് ഇങ്ങനെ വർഷങ്ങളെടുത്ത് ഫോം ചെയ്ത് വരുമ്പോൾ എപ്പോഴാണ് സർഫസ് ലെവൽ, അതായത് സീ ലെവലിന് അല്ലെങ്കിൽ ഓഷൻ ലെവലിന് മുകളിലെത്തുന്നത്, അവിടെയാണ് ഒരു ദ്വീപിന്റെ, ഒരു ഐലൻഡിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഈ ഹവായ് ദ്വീപ് സമൂഹങ്ങളൊക്കെ അങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉള്ളിലുള്ള ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിളായി നിൽക്കുന്നു. മുകളിലുള്ള ഫലകങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പസഫിക് പ്ലേറ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി വേടന്റെ ഒരു കൺസെപ്റ്റ് എടുക്കാം. വേടന്റെ കൺസെപ്റ്റിൽ ചിന്തിച്ചാൽ ഒരുപക്ഷെ വേടൻ എങ്ങനെയായിരിക്കാം ചിന്തിക്കുന്നുണ്ടാവുക. അതായത് കാലം എത്ര കഴിഞ്ഞാലും, അതായത് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് തങ്ങളുടെ ലവാണ്. അത് കാലം എത്ര കഴിഞ്ഞാലും, യുഗങ്ങൾ എത്ര മാഞ്ഞാലും ഈ പറഞ്ഞ അത് സ്റ്റേബിളായി നിൽക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ വേടൻ ഉദ്ദേശിക്കുന്നത്. കാരണം വേടൻ എന്തുകൊണ്ട് മോണലോവ ചൂസ് ചെയ്ത് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ശാസ്ത്രീയമായ ഒരു ഉത്തരം നൽകാൻ കഴിയുന്നതാണ്. ഇനി അങ്ങനെയാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും നമുക്ക് വേടന് മാർക്ക് കൊടുക്കാൻ പറ്റും. 1926-ലും 1950-ലും മോണലോവ എക്സ്പ്ലോഡ് ചെയ്തു, ഇറപ്റ്റ് ചെയ്തു, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് 1984-ലാണ്. ഇപ്പോഴും ആ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്,
ഹവായ് ദ്വീപ് നിവാസികൾ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ ദേവിയുടെ, അതായത് പെലെ ദേവിയുടെ, അഗ്നിയുടെ ദേവിയായ പെലെ ദേവിയുടെ ശക്തി പ്രകടനങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങളായിട്ടോ ഒക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ വേടൻ തൻ്റെ ലേഡി ലവിനെ ഇതുപോലെ ഒരു ഗോഡസായി, ദേവതയായി കണക്കാക്കുകയും ഈ പറഞ്ഞ ഒരു പാട്ട് ഒരു ട്രിബ്യൂട്ടായി നൽകുകയും ചെയ്യുന്നു. എന്തൊക്കെയായാലും ഈ പറഞ്ഞ മൊണലോവ എന്ന അഗ്നിപർവ്വതത്തെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും ഒരു അറിവ് ഉണ്ടാവാൻ ഈ ഒരു പാട്ടിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.